മാത്രമല്ല അമേരിക്ക ചെയ്യുന്നത് അതിനൊക്കെയുള്ള സഹായം ചെയ്തു കൊടുക്കുകയാണ്. ഈ മാതിരി വളരെ പ്രയാസകരമായ ഒരു ഘട്ടം. ഞാനിപ്പോൾ ഭയപ്പെടുന്നത് ഇറാൻ കീഴടങ്ങൂല എന്ന് തോന്നുകയാണെങ്കിൽ ഒരുപക്ഷേ ലോകത്ത് ചരിത്രത്തിൽ തന്നെ ആകെ ആറ്റം ബോംബ് പരീക്ഷിച്ച ചരിത്രമുള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് കൊണ്ടുപോയി അവിടെ ലക്ഷങ്ങളെ കൊന്ന ചരിത്രമുള്ളവരവരാണ്. അവരാദ്യം ആറ്റം ബോംബ് നശിപ്പിച്ചിട്ട് ഇനി ലോകത്താർക്കും ആറ്റം ബോംബ് പാടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊക്കെ മനസ്സിലാകുമായിരുന്നു ന്യായമുണ്ട് എന്ന്. പക്ഷേ മറ്റാരും ഇതുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറ്റുള്ളവരെ മുഴുവൻ കീഴ്പ്പെടുത്തുകയാണ്. വെനിസുലയിൽ നമ്മൾ കണ്ടത് മഡുരയെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും തട്ടിക്കൊണ്ടുപോയി. മാത്രമല്ല കാനഡ തങ്ങളുടെ 52ാമത്തെ സ്റ്റേറ്റാണ് എന്ന് പ്രഖ്യാപിക്കാൻ വരെ അയാൾ ധൈര്യം കാണിച്ചു. അതിൻ്റെ പുറമെ ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള ഗ്രീൻലൻഡ് ഞങ്ങൾക്ക് വിൽക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചടക്കും എന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോഴാണെങ്കിലോ നിരുപാധികം നിങ്ങൾ സമ്പുഷ്ടീകരണം നടത്തിയ യുറേനിയം മുഴുവൻ ഞങ്ങൾക്ക് തരണം എന്ന്. മാത്രമല്ല കാംനൈ കൊല്ലപ്പെട്ടപ്പോൾ ഇനി അവിടെ ആരാണ് നേതാവാകേണ്ടത് എന്ന് ഞങ്ങളാണ് പറയേണ്ടത് എന്നാണ് ഇന്നലെ പ്രിയപ്പെട്ടവരെ ഈ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഇപ്പം അവർക്ക് കുറച്ച് ശക്തി കൊടുത്തിട്ടുണ്ട്. ആ ശക്തി കൊണ്ട് മറ്റുള്ളവരെ എല്ലാവരെയും കീഴ്പ്പെടുത്തണം എന്ന അഹങ്കാരം. ഇസ്ലാമിക ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിപ്പുറപ്പെട്ട ജൂത ക്രൈസ്തവ അക്രമികളായ അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള ആ ശത്രുക്കൾക്ക് പടച്ചവനെ ഇനിയൊരിക്കലും മുസ്ലിമീങ്ങളെ ഈ നിലക്ക് നശിപ്പിക്കണം എന്ന ചിന്ത വരാത്ത രീതിയിൽ ഒരു പാഠം അവർക്ക് നീ പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞു. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വിടവാങ്ങലിൻ്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സ്വഹാബാക്കൾ ഒരുമിച്ച് കൂട്ടിയൊരു പ്രസംഗം നടത്തുകയാണ്. ഈ ലോകത്തോട് വിടവാങ്ങുന്നതിൻ്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന പ്രസംഗം. ആ പ്രസംഗത്തിൽ അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, യൂഷിക്കുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅൽ ആകിലതു ഇലാ ഖസ്അതിഹാ. സ്വഹാബാക്കളെ, ഒരു കാലഘട്ടം വരാൻ പോകുന്നു. ആ കാലം വരുമ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും എല്ലാ ഉമ്മത്തും നിങ്ങൾക്കെതിരെ തിരിയും. നിങ്ങളുടെ ഉദാഹരണം വന്ന് എപ്രകാരമായിരിക്കും എന്നറിയാമോ? കമാ തദഅൽ ആകിലതു ഇലാ ഖസ്അതിഹാ. ഒരു ഡൈനിങ് ടേബിളിൻ്റെ നടുവിൽ വെച്ച ഭക്ഷണത്തളികയിലേക്ക് ആ ഡൈനിങ് ടേബിളിൻ്റെ 4 ഭാഗത്തും ഇരിക്കുന്ന ആൾക്കാരുടെ കൈകൾ നീളും പോലെ, എന്നിട്ട് അവരോരോരുത്തരും ആ തളികയിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് തങ്ങളുടെ കൈ കൊണ്ട് കൊത്തിയെടുക്കും പോലെ ഈ ഉമ്മത്തിനെ കൊത്തിവരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി വരുന്ന ഒരു കാലഘട്ടം ഞാൻ മുന്നിൽ കാണുകയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറയുമ്പോൾ സ്വഹാബാക്കൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, അമിൻ ഖില്ലത്തിൻ അയ്നു യാ റസൂലല്ലാഹ്. നബിയെ, എല്ലാവരും കൂടി ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെച്ച ഒരു ചിക്കൻ അല്ലെങ്കിൽ ഒരു കോഴി, ആ കോഴിയെ 4 ഭാഗത്തും ഇരിക്കുന്ന ആളുകൾ കൈനീട്ടിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന മാംസം പറിച്ചെടുക്കും പോലെ ഈ ഉമ്മത്തിനെ പിച്ചി ചീന്താൻ ഒരുങ്ങും എന്ന് പറഞ്ഞതിന് കാരണം ഈ ഉമ്മത്തിൻ്റെ ജനസംഖ്യ കുറവായത് കൊണ്ടാണോ തങ്ങളെ എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുന്നത്, ലാ ബൽ അൻതും കസീർ. നിങ്ങൾ എണ്ണത്തിൽ വളരെ കൂടുതലുണ്ടാകും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തെ ടോട്ടൽ പോപ്പുലേഷൻ 800 കോടിയാണ് എന്ന ഔദ്യോഗിക കണക്ക്. ആ 800 കോടിയിൽ 200 കോടിയിലധികം 800 കോടിയിലെ 200 കോടിയിലധികം ഇന്ന് മുസ്ലിമീങ്ങളാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഔദ്യോഗിക തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന സെൻസസ് പറയുകയാണ്.
200 കോടി എന്നതിൽ 20 കോടിയിലധികം നമ്മുടെ ഇന്ത്യ രാജ്യത്താണ് എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. 200 കോടി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് ചെറിയ സംഖ്യയാണോ? ഒരിക്കലുമല്ല. മുസ്ലിമീങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന രാഷ്ട്രങ്ങളുടെ എണ്ണം 50-ലധികമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മുസ്ലിമീങ്ങളെ മറ്റുള്ളവർ ലക്ഷ്യം വെക്കുകയും അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള ഗൂഢാലോചനകളും ലോകത്ത് നടക്കുന്നു എന്ന് മാത്രമല്ല, ആ ഗൂഢാലോചനകൾ പ്രകാരം മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ പരസ്യമായി തന്നെ അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഉന്മൂലന രാഷ്ട്രീയം അത് ലോകത്ത് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ എണ്ണം കുറവായതല്ല പ്രശ്നം, ബൽ അൻതും ഗുസാഉൻ കഗുസാഇ സൈൽ. നിങ്ങൾക്ക് ലോകത്ത് മുഴുവൻ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴുവൻ ഒരു മതിപ്പുണ്ടായിരുന്നു, പരിഗണനയുണ്ടായിരുന്നു. പക്ഷേ അത് മുഴുവൻ ഇല്ലാതായി. നിങ്ങൾ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചപ്പുകളെപ്പോലെ, ചവറുകളെപ്പോലെ ഒന്നിനും കൊള്ളാത്തവരായി മാറുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെപ്പറ്റി പറയുകയാണ്. ഗുസാഉൻ കഗുസാഇ സൈൽ, മലവെള്ളപ്പാച്ചിലെ ആ ചപ്പുകളെപ്പോലെ, ചവറുകളെപ്പോലെയായി നിങ്ങൾ മാറും. സ്വഹാബാക്കൾ ചോദിച്ചു, എന്താണ് തങ്ങളെ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണം പറയുകയുണ്ടായി. എന്താ കാരണം പറഞ്ഞതെന്നറിയാമോ? വലയൻസിയന്നല്ലാഹു മിൻ ഖുലൂബി അദുവ്വിക്കുമുൽ മഹാബത മിൻകും വലയഖ്ദിഫന്ന ഫീ ഖുലൂബിക്കുമുൽ വഹൻ. മറ്റുള്ളവരുടെ മതിപ്പ് നഷ്ടപ്പെട്ട് നിങ്ങൾ അങ്ങേ അറ്റത്തെ ദുർബലരായി മാറുന്ന അവസ്ഥ, ഇതിന് കാരണം നിങ്ങൾക്കൊരു വലിയ മാരകമായ ഹൃദ്രോഗം ബാധിക്കുന്നുണ്ട്. വലയഖ്ദിഫന്ന ഫീ ഖുലൂബിക്കുമുൽ വഹൻ, നിങ്ങളെ ഖൽബിൽ വല്ലാത്ത ഒരു വഹൻ എന്നൊരു രോഗം, അത് ഇവിടെ നമ്മൾ കണ്ടുവരുന്ന ക്യാൻസർ പോലെയല്ല, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയല്ല, അതിനേക്കാളൊക്കെ മാരകമായ രോഗമാണ്. എന്താണ് വമൽ വഹ്നു യാ റസൂലല്ലാഹ്? അങ്ങ് വഹ്ന് എന്ന് പേരിട്ട് വിളിച്ച രോഗം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ഹുബ്ബുദ്ദുന്യാ വ കറാഹിയത്തുൽ മൗത്ത്. മരിക്കാൻ ആരും തന്നെ തയ്യാറല്ല. ദുനിയാവ് വാരിക്കൂട്ടണം, അത് സംഭരിക്കണം, കൂടുതൽ കൂടുതൽ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കണം. ഇതിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതായി. നിങ്ങൾക്ക് ദുനിയാവിന് ജീവിക്കണം എന്ന് മാത്രം ആഗ്രഹമുണ്ടായി. മരണത്തിൽ നിന്ന് എങ്ങനെയൊക്കെ കുതറി രക്ഷപ്പെടാൻ പറ്റുമോ, ഈ ഒരാലോചന മാത്രമേ ഉള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത്. എങ്കിൽ ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വാഷിങ്ടണിലെ തൻ്റെ ഓവൽ ഓഫീസിലെ വലിയ ടേബിളിൽ മറ്റു സാധനങ്ങളൊക്കെ ആ ടേബിളിൽ നിന്ന് മാറ്റിവെച്ച് ഒരു കേവലം 3 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു പേന ആ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം ഈ വാർത്താ മാധ്യമങ്ങളോട് പറയുകയാണ്, ഈ വിശാലമായ മേശ നിങ്ങൾ കണ്ടു. ഇത്രയും വിശാലമായ ഭൂപ്രദേശങ്ങൾ മുഴുവൻ മുസ്ലിമീങ്ങളുടെ കയ്യിലാണ്. ഇനി ഇതിൻ്റെ മൂലയിൽ വെറും 3 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള പേന കണ്ടോ നിങ്ങൾ? ഈ വലിയ മേശയിൽ ഒരു മൂലയിൽ ഏതാനും സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള കൊച്ചു പേന. ഈ പേനയുടെ ഒരു ടോപ്പിൻ്റെ അത്ര മാത്രം സ്ഥലമാണ് ഇസ്രായേലിനുള്ളത്. അതുകൊണ്ട് ഈ വിശാലമായ മേശയിൽ നിന്ന് കുറച്ചുകൂടി സ്ഥലം ഇസ്രായേലിന് കിട്ടണം എന്ന് അവർക്ക് ആഗ്രഹിക്കാനും അർഹതയുണ്ട്. അത് അവർക്ക് നേടിക്കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വവുമുണ്ട് എന്ന് ഈ ലോകത്തിൻ്റെ മുമ്പിൽ
അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഏതാണ് പ്രിയപ്പെട്ടവരെ ഈ വിശാലമായ ടേബിൾ എന്ന് പറയുന്നത്? അതിൽ ഈജിപ്തുണ്ട്, സിറിയയുണ്ട്, ലബനാനുണ്ട്, സൗദി അറേബ്യയുണ്ട്, യമനുണ്ട്, ഇറാഖുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത് ഇസ്രായേലിന് സ്വന്തമാക്കാനും അവകാശമുണ്ട്. അത് നേടിക്കൊടുക്കുന്നതിൽ സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ രാജ്യങ്ങളുടെ ഭരണാധികാരികളടക്കം അതിനെതിരെ ശക്തമായി ശബ്ദിക്കാൻ ആയോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല എന്നതാണ് വസ്തുത. 2 ആഴ്ച മുമ്പ് മാത്രമല്ലേ അമേരിക്കയുടെ ഇസ്രായേൽ അംബാസിഡറായിരുന്ന മൈക്ക് ഹക്കബി, അയാൾ വളരെ കൃത്യമായി പറഞ്ഞു, ജെറൂസലമിൽ വെച്ചുകൊണ്ട് തന്നെ അയാൾ പ്രസ്താവിച്ചു. എന്താണ് അയാൾ പ്രസ്താവിച്ചത്? ബൈബിൾ വാഗ്ദാനം ചെയ്ത നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള ഭൂപ്രദേശം ജൂതന്മാർക്കുള്ളതാണെന്ന് ബൈബിൾ പറഞ്ഞ പ്രദേശം, ആ പ്രദേശം തങ്ങളുടേതാക്കാൻ ആവശ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കാൻ ഇസ്രായേലിന് അധികാരമുണ്ട് എന്ന് ജെറൂസലമിൽ വന്ന് അമേരിക്കയുടെ ഇസ്രായേലി അംബാസിഡർ പ്രഖ്യാപിക്കുമ്പോൾ ചെറിയ ചില അപശബ്ദങ്ങൾ ആരും കേൾക്കാത്ത രീതിയിൽ നമ്മുടെ ചില ഭരണാധികാരികൾ മുന്നോട്ട് വെച്ചു എന്നല്ലാതെ അതിനെതിരെ എന്തെങ്കിലും ശക്തമായൊരു പ്രതിഷേധം നടത്താൻ ഭയം കൊണ്ട് ആർക്കും സാധിച്ചില്ല എന്നതാണ് വസ്തുത. ഇവിടെ രാജ്യങ്ങളുടെ പേര് പറയുന്നതിന് അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരികളുടെ പേരുകൾ പരാമർശിക്കുന്നതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ വലയഖ്ദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ, നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ, അത് ഭരണാധികാരികളുടെയും പൗരജനങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും പണ്ഡിതന്മാരുടെയും എല്ലാവരുടെയും ഹൃദയത്തെ ഈ രോഗം ബാധിച്ചിരിക്കുകയാണ്. നെതന്യാഹു പ്രഖ്യാപിക്കുകയാണ്, ബൈബിളിലൂടെ വാഗ്ദത്ത ഭൂമി, ആ ദൈവം തന്ന വാഗ്ദത്ത ഭൂമി ഇസ്രായേലിന് സ്വന്തമാക്കാൻ നേതൃത്വം നൽകാനുള്ള ഉത്തരവാദിത്തം എന്റേതാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ലബനാനിൽ, സിറിയയിൽ, യമനിൽ, ഗസയിൽ, വെസ്റ്റ് ബാങ്കിൽ മാത്രമല്ല ഈജിപ്തിൻ്റെ ചെറിയ ഏരിയകളിൽ, അതിൻ്റെ പുറമെ ടുണീഷ്യയിൽ അടക്കം പ്രിയപ്പെട്ടവരെ അവർ ബോംബ് വർഷം നടത്തി. കാരണം നെതന്യാഹു വിശ്വസിക്കുന്നത്, ദൈവം ഉദ്ദേശിക്കുന്നത് ഞാൻ ആ വലിയ ദൗത്യം ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടവനാണ് എന്നാണ്. ഈ ഒരു ചിന്താഗതിയുമായി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണെന്ന് വിശ്വസിക്കുന്ന അമേരിക്ക അതിനുവേണ്ടി വിമാനവാഹിനി കപ്പലുകൾ എല്ലാ ഭാഗത്തും കൊണ്ടുവന്ന് സജ്ജീകരിക്കുകയാണ്. B-1 ബോംബറുകൾ അവിടെ കൊണ്ടുവന്ന് ബോംബിടുകയാണ്. ഒരൊറ്റ ബോംബിങ്ങിൽ പ്രിയപ്പെട്ടവരെ 50 നിലയുള്ള ബിൽഡിങ്ങുകൾ എന്ന് പറഞ്ഞാൽ അത്രയും ഭൂമിയുടെ അടിയിലേക്ക് ഈ ബോംബ് ഇറങ്ങിച്ചൊന്ന് എല്ലാം തരിപ്പണമാക്കാൻ കഴിവുള്ള ബോംബുകളാണ് അവിടെ വർഷിക്കുന്നത്. ഈ രീതിയിൽ ഉമ്മത്ത് വളരെയധികം ബലഹീനമായി പോയി എന്നതാണ് ഞാൻ പറയാനുള്ള ഉദ്ദേശിക്കുന്ന കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞു, ബദറിൽ മുസ്ലിമീങ്ങൾ വളരെ കുറഞ്ഞ ആളുകളായിരുന്നു. അവരുടെ കൈവശം ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല, സാധന സാമഗ്രികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ കൈവശം വലിയൊരു ഈമാൻ ഉണ്ടായിരുന്നു. ഞാൻ അതിന് മറ്റു തെളിവൊന്നും പറയുന്നില്ല, ഒരൊറ്റ തെളിവ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി ബദർ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിന് തൊട്ടടുത്ത് സജ്ജീകരിക്കപ്പെട്ടിരുന്ന ആ ഹൈമയിലേക്ക് അതാ ഒരു സ്വഹാബിയെ മറ്റുള്ളവർ താങ്ങിയെടുത്തു കൊണ്ടുവരികയാണ്. അള്ളാഹുവിൻ്റെ റസൂല് നോക്കുമ്പോൾ തൻ്റെ കുടുംബക്കാരനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ് എല്ലാവരും എടുത്തു കൊണ്ടുവരുന്നത്. മാത്രമല്ല, ഉബൈദത്തിനെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഒരു സഹാബിയുടെ കൂട്ടത്തിൽ കയ്യിൽ ഉബൈദത്തിൻ്റെ ഒരു കാല് അദ്ദേഹം വേറെ തന്നെ മാറ്റിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഉബൈദത്ത് യുദ്ധത്തിൽ പരിക്കേറ്റു എന്ന് മാത്രമല്ല,
ആ ഉബൈദയുടെ ഒരു കാല് ശരീരത്തിൽ നിന്ന് വേർപെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ മറ്റുള്ളവർ താങ്ങിപ്പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുന്ന ടെന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റൊരു സഹാബിയുടെ കയ്യിലാണ് ഉബൈദയുടെ കാലുള്ളത് എന്നുകൂടി നിങ്ങൾ ഓർക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഉബൈദയെ കടത്തുമ്പോൾ ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹു കരയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് സങ്കടം തോന്നി. കാരണം കാല് വേറിട്ട് കിടക്കുകയാണ്, ചോരൊലിക്കുകയാണ്. ഉബൈദ കരയുന്നത് വേദന കൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ റസൂൽ ഉബൈദയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഉബൈദ നീ കരയരുത്. എന്തിനാണ് ഉബൈദത്തെ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ, തങ്ങളെ കാല് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലോ വേദന കൊണ്ടോ അല്ല ഞാൻ കരയുന്നത്. പിന്നെന്തിനാ ഉബൈദ നിങ്ങളിപ്പോൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുകയാണ്, തങ്ങളെ എൻ്റെ കാല് മാത്രമല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, എനിക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഞാനെങ്ങാനും ഈ രണാങ്കണം ഈ യുദ്ധം കഴിയുന്നത് വരെ ജീവൻ വെടിയുന്നില്ല എങ്കിൽ എനിക്ക് ഷഹീദാകാൻ പറ്റുമോ എന്ന സംശയം കാരണമായിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഉബൈദ നിങ്ങൾ ഷഹീദ് തന്നെയാണ്, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ടതില്ല എന്ന് ആശ്വസിക്കുമ്പോൾ ഉബൈദയുടെ വായിൽ നിന്ന് വന്ന 2 വരി കവിത നമ്മൾ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ടവർ പുഞ്ചിരിക്കുകയാണ്. അതുവരെ കരഞ്ഞ മനുഷ്യൻ കാല് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ്, ചോര വാർന്നു പോകുന്നതിൻ്റെ പേരിലാണ് കരയുന്നത് എന്ന് മനസ്സിലാക്കി ആശ്വസിപ്പിക്കാൻ തുനിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്ക് ജീവൻ നഷ്ടപ്പെടാത്തതിലുള്ള പ്രയാസമാണ് ഞാൻ കരയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ, കാരണം ഷഹീദാകുമോ ഇല്ലയോ എന്ന സംശയമായിരുന്നെങ്കിൽ നിങ്ങൾ ഷഹീദ് തന്നെയാണ് എന്നുറപ്പ് കിട്ടിയപ്പോൾ ഉബൈദ റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് അദ്ദേഹം പാടുകയാണ്, വയ്യഖ്തഉ റിജ്ലി വഇന്നീയ മുസ്ലിമു വഅർജൂ ബി ഐശൻ മിനല്ലാഹി ആലിയാ വഅൽബസനിർ റഹ്മാനു മിൻ ഫളിൽ മന്നിഹി ലിബാസം മിനൽ ഇസ്ലാമി ഗത്തൽ മസാവിയാ. പ്രിയപ്പെട്ടവരെ, ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? എനിക്കിന്ന് വല്ലാത്ത സന്തോഷം, എനിക്കിന്ന് അങ്ങേയറ്റത്തെ സന്തോഷം. എന്തിനു വേണ്ടി? പടച്ചവനെ, നിനക്ക് വേണ്ടി ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ ഒരു കാല് തന്നെയെങ്കിലും സംഭാവന ചെയ്യാൻ കഴിഞ്ഞല്ലോ, ഈ സന്തോഷമാ.